ഹലോ ഫ്രണ്ട്സ്, പറമ്പിക്കുളം യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആനപ്പാടി വരെ എത്തിയ കാഴ്ചകളാണ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ആനപ്പാടിയിൽ നിന്നും പറമ്പിക്കുളം പോയി. പറമ്പിക്കുളത്ത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് അവിടെ ബാംബു റാഫ്റ്റിങ്ങിനാണ്. പറമ്പിക്കുളം ഡാം റിസർവോയറിലാണ് ബാംബു റാഫ്റ്റിംഗ് ഉള്ളത്. അങ്ങോട്ട് ഏകദേശം ഈ ആനപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. പറമ്പിക്കുളത്ത് ഇവിടെ മറ്റൊരു ഇൻഫർമേഷൻ സെൻറ്റർ കൂടിയുണ്ട്. ഇവിടെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെയും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നമ്മൾ റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇതാണ് പറമ്പിക്കുളം ടൗണ്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ടീ ഷോപ്പുകളൊക്കെ ആയിട്ട്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ അങ്ങോട്ട് ഒരു 300 മീറ്റർ പോയാൽ മതി. റോഡ് വളരെ ഒരു ചെറിയ റോഡാണ്, ടാറിംഗ് ഒന്നും ഇല്ലാത്ത, ഫോറസ്റ്റിനകത്ത് കൂടെ. പിന്നെ ഈ സൈഡിലൊക്കെ ഇവിടുത്തെ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട് കേട്ടോ, റോഡിൻ്റെ രണ്ട് സൈഡുകളിലും. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ഈ ഒരു ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ കുടുംബമൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഈ ഡാമിൽ നിന്ന് ഫിഷിങ്ങും അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ആളുകളാണ് നമ്മുടെ കൂടെ ഗൈഡായിട്ടും പിന്നെ ഇവിടുത്തെ ഈ ഫോറസ്റ്റിലെ വാച്ചേഴ്സായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ജോലികളും പിന്നെ ഈ നമ്മുടെ ടൂറിസ്റ്റുകളുടെ അടുത്ത് നിന്ന് ഉള്ള വരുമാനമൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗം. അങ്ങനെ നമ്മൾ റിസർവോയറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വണ്ടി കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി റിസർവോയറിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. അവിടെ ഒരു പഴയ ബോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ 2 മരത്തിൻ്റെ കുറ്റികൾ ഈ വെള്ളത്തിലൊക്കെ ഒലിച്ച് വന്നായിരിക്കും, അത് അവിടെ കിടന്നിട്ട് കംപ്ലീറ്റ് ചെതലൊക്കെ വന്നിട്ട് അത് കിടക്കുന്നത് ഈ ഒരു വൈകുന്നേരത്തെ ആ ഒരു വെയിലിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഫുള്ളായിട്ട് ചെതൽ വന്നിട്ടുണ്ടായില്ല. പിന്നെ ഈ ഭാഗത്തുനിന്ന് 4 ഭാഗത്തേക്കും നോക്കുമ്പോഴും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈ സീസണിൽ വന്നിട്ടും ഇത്ര മനോഹരമാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പുള്ള സമയത്ത് ഇവിടെ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ കാഴ്ച എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മതി. നമ്മുടെ കൂടെ വന്ന ടീംസൊക്കെ വണ്ടിയിൽ നിന്നെല്ലാം പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ഫോട്ടോ വീഡിയോ ഷൂട്ടിൻ്റെ തിരക്കിലാണ്. നല്ല ലൈറ്റിംഗ് ആണ്. കറക്റ്റ് നമ്മളൊരു 5:30 സമയത്താണ് ഇവിടെ ഒരു 5:15-5:30 ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ നല്ല കറക്റ്റാണ്, ഓവർ വെയിലും ഇല്ല. അപ്പോൾ നമുക്ക് പോകാനുള്ള ചങ്ങാട റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൊത്തം 20-21 പേരുണ്ടായതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ പോകാൻ പറ്റില്ല, 2 ട്രിപ്പായിട്ടേ പോകാൻ പറ്റും. നമ്മുടെ കൂടെ വേറെ യൂട്യൂബർ കൂടിയുണ്ട്, പുള്ളിക്കാരൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ചങ്ങാടത്തിൽ കയറി ഈ ഒരു 45 മിനിറ്റ്സ് ഇങ്ങനെ ഈ ഒരു റിസർവോയറിൻ്റെ കുറച്ചൊരു ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒരു റൗണ്ടിങ് അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ലൈഫ് ജാക്കറ്റ് കമ്പൽസറി ആണ്. ആൾ ഓവറായതുകൊണ്ട് കുറച്ച് പേരോട് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രിപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാംബു റാഫ്റ്റിങ്ങിന് റെഡിയായി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു റിസർവോയറിലെ വെള്ളം അത്രയും ക്ലിയർ വാട്ടർ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിസർവോയറിൽ മോട്ടോർ ബോട്ടുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ റിസർവോയറിലെ വെള്ളം ഇവിടുത്തെ ഈ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ കുടിക്കാൻ വരെ എടുക്കുന്നുണ്ട്. അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ പൊതുവേ ഈ നമ്മളുടെ ഈ കൂടെയുള്ള ഇവർ പറഞ്ഞത് ഈ വെള്ളത്തിന് കട്ടി ഒരുപാട് കൂടുതലാണ്, മറ്റുള്ള ഏരിയകളിലെ വെള്ളത്തിനേക്കാളും കട്ടി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു 10 മിനിറ്റ് നിന്ന ഒരാൾക്ക് ഇതിൽ മാക്സിമം ഒരു 5 മിനിറ്റ് പകുതി സമയത്തെ നീന്താൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ടയേർഡാവുന്നുണ്ട്. പിന്നെ ഇതിൽ മുതലകളുള്ള റിസർവോയർ കേട്ടോ, ഒരുപാട് മുതലകളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഭാഗത്ത് ചുറ്റുഭാഗത്തുള്ള ട്രൈബൽസൊക്കെ അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിഷ് അവർക്ക് ഇതിൽ നിന്ന് പിടിക്കാം. പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ ഒന്നും ഫിഷിങ്ങിന് അനുവദിക്കുന്നതല്ല.
അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് നമ്മുടെ ഈ ഒരു ഡാമിൻ്റെ ഒരു സറൗണ്ടിങ്ങിലൂടെ ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും. പിന്നെ ഇത് മാനുവലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ദൂരമൊന്നും പോകാൻ പറ്റില്ല. 10 ആളെയും വെച്ച് പിന്നെ അവരും 2 പേര് ഈ ഒരു ചങ്ങാടത്തിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് മുളയിലാണത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വെയിറ്റുമാണ്. ഇതിവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഒഴിവാക്കുന്ന വേസ്റ്റുകളെല്ലാം കൂടി ചേർത്ത് കത്തിച്ചതാണ്. അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. തേക്കിൻ്റെ ഇലകൾ വീണ് നല്ല ഡ്രൈ ആണ്. ഒരു തീയുടെ ഒരു പൊരി അടുത്തുകൂടെ പോയാൽ മതി കത്തും. അങ്ങനത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ പറമ്പിക്കുളത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി മുമ്പോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഡാമുണ്ട്, പറമ്പിക്കുളം ഡാം. ഇത് കേരളത്തിൻ്റെ സ്ഥലത്താണ് ഈ ഡാമെങ്കിലും ഇതിൻ്റെ കൺട്രോളും മെയിൻ്റനൻസും എല്ലാം തമിഴ്നാടാണ് ചെയ്യുന്നത്. അതായത് PAP എന്നുള്ള, അതായത് പറമ്പിക്കുളം ആലിയാർ പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ഇതാണിത്. ഇവിടുത്തെ ഒരുപാട് നദികളും അതുപോലെ തന്നെ ഈ ഡാമുകളൊക്കെ ഇത് കേരളവും തമിഴ്നാടും കൂടെ സഹകരിച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇവിടെ നിന്നൊക്കെ ടണൽ വഴി തമിഴ്നാടിൻ്റെ പല ഭാഗത്തേക്കും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പറമ്പിക്കുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പോകുമ്പോൾ പറഞ്ഞ സ്ഥലം ഈ ഒരു സറൗണ്ടിങ്ങിൽ ആണ് ബസ്സെല്ലാം വരുന്നത്. തമിഴ്നാടിൻ്റെ 2 സർവീസ് പൊള്ളാച്ചിയിൽ നിന്നുള്ളതും കേരളത്തിൻ്റെ KSRTCയുടെ ഒരു സർവീസ് രാവിലെ 8 മണിക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന ബസ്സും ആണ് ഇങ്ങോട്ടുള്ളത്. അത് ഇവിടം വരെ വരുള്ളൂ. ഇനി ഇവിടെ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകും. ഇന്നത്തെ പരിപാടികളൊക്കെ അതോടുകൂടി കഴിയും. നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലുണ്ടാക്കണ ആ ഒരു നാട്ടിൽ യൂസ് ചെയ്യണല്ല. ഇവിടുത്തെ പഴംപൊരി പച്ച പഴത്തിലാണ് പൊരിക്കാറ്. അതുപോലെ പിന്നെ ഇവിടെ നമ്മുടെ മുളക് ബജി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട്, അതായത് അവിടുത്തെ ഒരു ട്രൈബൽസിൻ്റെ ഒരു ഡാൻസ് ഉണ്ട്. ഇവിടുത്തെ വനിതകളുടെ ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊട്ട് കേട്ടപ്പോൾ ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഡാൻസും എല്ലാം കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി റൂമിലേക്ക് തിരിക്കുകയാണ്. നമ്മൾ ആനപ്പാടി ഫോറസ്റ്റ് സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത്. അവിടേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ റോട്ടിൽ കുറച്ച് മാനുകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് 20 പേർക്കുള്ള ഒരു ഡോർമെട്രിയാണ്. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നിൽക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഇവിടെ ക്യാൻറ്റീനുള്ളത്. അവിടെ നമ്മുടെ ഈ സ്റ്റേയിൽ ഫുഡെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ താമസം കാടിനകത്തായതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടെയൊക്കെ വന്യജീവികളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ കാര്യമൊക്കെ പ്രത്യേകം നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോവുകയാണ്. നമ്മൾ കിടന്നിട്ട് രാവിലെ നമുക്ക് ഒരു സഫാരിയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രക്കിങ്ങിനും പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.